ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്നറിയോ? ചീര വാട്ടാൻ പോവാ. അപ്പോൾ ഈ ചീര വാട്ടിയതെന്ന് പറഞ്ഞാൽ അതിന് കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഇങ്ങനെ വരിക, ചെറുപ്പത്തിലുള്ള. കാരണം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ചീര വാട്ടിയത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചീര അന്ന് കടയിൽ നിന്നൊന്നുമല്ല വാങ്ങിക്കുക, പറമ്പുകളിൽ നിന്ന് കിട്ടും. ഈ നനയ്ക്കണ പറമ്പിലൊക്കെ നിറച്ച് ചീര ഉണ്ടാവും കേട്ടോ. പറമ്പ് ചീര എന്ന് പറയില്ലേ അത്. ആ ചീര ഞങ്ങൾ സഞ്ചി കൊണ്ടുപോയിട്ട് അതിൽ നിറയെ പൊട്ടിച്ച് മുറിച്ചെടുത്തുകൊണ്ട് വരും. മമ്മി അത് നല്ല ചീര വാട്ടിയത് ആക്കിത്തരും. അത് വേറെ ഒരു പണിയുമില്ല. അതിന് ചുമന്നുള്ളി വേണം, പിന്നെ മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ഈ ചീര ഇത്രയും മതി. ചുമന്നുള്ളി കുറച്ച് അധികം എടുത്തോട്ടാ, നല്ലതാണ്. അപ്പോൾ പപ്പടം നമ്മൾ വറുത്തെടുത്തു. ഈ പപ്പടം വറുത്ത വെളിച്ചെണ്ണയല്ലേ നമ്മൾ ചീര വാട്ടാൻ പോണത്. പപ്പടം അറിയാലോ, ഈ ചെറുതാക്കി വറുത്തത് എന്താണെന്ന്. പപ്പടത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ കുറേ പപ്പടം കഴിക്കും. ഇതാകുമ്പോൾ 5-6 പീസൊക്കെ എടുത്താൽ കുറച്ചല്ലേ ഉള്ളൂ. അങ്ങനെ അതേ ആ എണ്ണയിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു, ചുമന്നുള്ളി ഇട്ട് കൊടുത്തു. ചുമന്നുള്ളി കുറേ ഇട്ടോട്ടെ, എത്ര അരിയാൻ പറ്റുമെന്ന് വെച്ചാൽ അത്ര അരിഞ്ഞിട്ട് കൊടുത്തു. നല്ലതാണ്, നല്ല രസം ഉണ്ടാവും വാട്ടിയതിലേക്ക്. പിന്നെ അതിലേക്കൊന്ന് ഉപ്പിട്ട് കൊടുത്താൽ വേഗം വേണ്ടി കിട്ടും. ഈ പച്ചമുളകൊന്നും പണ്ടും മമ്മി ഇടില്ല കേട്ടോ. അപ്പം മമ്മി മുളക് പൊടിയേ ഇടുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു കേട്ടോ. നമ്മൾ ഇലക്കറി വയ്ക്കുമ്പോൾ എപ്പോഴും ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ വഴറ്റിയെടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തു. അപ്പോൾ ചീരയുടെ അളവനുസരിച്ചിട്ടാണ് മുളകും ഉപ്പും ഒക്കെ ചേർക്കേണ്ടത് കേട്ടോ. പക്ഷേ ഉള്ളിക്ക് അങ്ങനെ ഒരു അളവില്ല, ഉള്ളി എത്ര വേണമെങ്കിലും ചേർത്തോ, നല്ലതാണ്. പിന്നെ അത് നന്നായിട്ട് മുളകൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ചീര ചേർത്തു. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. അത് ചീര ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി കൂട്ടി ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് ഒരു മൂടി വെച്ച് അടച്ച് വയ്ക്കുക. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ, മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ട്, ആ വെള്ളമൊന്നും കളയണ്ട, അതൊക്കെ ചീരയുടെ പോഷകങ്ങളാണ്, അത് കളയണ്ട, അത് അതിൽ തന്നെ ഒഴിക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ചിക്കി തോർത്തിയെടുക്കുക. അപ്പോൾ തണ്ട് മൂത്തതാണെങ്കിലാണ് ഒന്ന് വേവാൻ ഇത്തിരി സമയമുള്ളൂ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ചീര വെന്തിട്ടുണ്ടാവും. പിന്നെ അതിൽ കുറച്ചിങ്ങനെ വെള്ളം ഉണ്ടാവില്ലേ, അതൊന്നിങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിലെ തണ്ടൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിൽ കുറച്ചുള്ള വെള്ളം ഒന്ന് തോർത്താനാണ് അതിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ചീര ഉപ്പേരി, ഈ ഉപ്പേരിയല്ല, ചീര വാട്ടിയതെന്നാണ് ഞങ്ങൾ പറയുക. ഇതുപോലെ ചീര വാട്ടി ചോറിനകത്തുണ്ടെങ്കിൽ ഒന്നും ഉണ്ട് നോക്കിക്കോളൂ കേട്ടോ. ഇത് മാത്രം മതി ചോറിനാൻ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.